ഗുഡ് മോർണിംഗ്. എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്റർ 9 ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ കോർഡിനേറ്റ്സ് ഓഫ് 3 വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം എ ബി സി ഡി ആർ ഗിവൺ. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് സി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഇതാണ് പാരലോഗ്രാം എ ബി സി ഡി. 3 കോർഡിനേറ്റ്സ് എയും ബിയും ഡിയും തന്നിട്ടുണ്ട്. സിയുടെ കോർഡിനേറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുവാണ്? x1 y1, b എന്നുള്ളത് x2 y2, c x3 y3, d x4 y4. അല്ലെങ്കിൽ നമുക്ക് തെറ്റും, ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് തെറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സി 3 എണ്ണം തന്നിട്ടുണ്ട്. 4മത്തേതായ സി കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ്. സിമ്പിളായിട്ട് ചെയ്യുന്നതല്ലേ എല്ലാവർക്കും ഇഷ്ടം. എനിക്കതാ ഇഷ്ടം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുവാണ്. നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഇതിൻ്റെ എക്സസൈസിൻ്റെ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുല ഇതാണ്. x1 plus x3 is equal to y1 plus x1 plus x3 is equal to x2 plus x4. ഇത് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവരൊന്ന് പോയി നോക്കണം. ഇത് നമ്മൾ നിങ്ങളുടെ എക്സസൈസിലുള്ളതാണ്. സിമ്പിളാണ്. ഈ ഫോർമുല നോക്കിയിട്ടാൽ മതി. x1 plus x3 is equal to x2 plus x4. ഇതുവഴി നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? x3യുടെ വാല്യൂ. ഇതിന്റെ വാല്യൂസ് ഒക്കെ കൊടുക്കുവാണേ. x1 7, x3 എത്രയാണ്? ഇല്ല, തന്നിട്ടില്ല. x2 എത്രയാണ്? 12, x4 10. ഒന്ന് ആഡ് ചെയ്തേ. 12 plus 10 22. ഇനി x3 is equal to 22. ഈ 7 x3 ഒറ്റയ്ക്കാക്കാൻ വേണ്ടി ഈ 7നെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ പൊസിഷൻ മാറുമ്പോൾ അല്ലെങ്കിൽ സൈഡ് മാറുമ്പോൾ അവരുടെ സൈൻ മാറിപ്പോകും. അതായത് ഇവിടെ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ 7 എന്ത് ചെയ്യാണ്? അഡീഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് വരുമ്പോൾ എന്നാകും? -7. കണ്ടോ? ഇതെന്ന് പറയുന്നത് +7 ആണ്. ഒരു 7 മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സംഖ്യ മാത്രമാണ് കിടക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് പ്ലസ് എന്നാണ്. അപ്പൊ ഇവിടുന്ന് ഈ 7 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ +7 ആയിരുന്ന -7 ആകും. അപ്പൊ x3 is equal to എത്ര വരും? 15 കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? y. സെയിം ഫോർമുല തന്നെ. എന്താണ്? y1 plus y3 is equal to y2 plus y4. y1 എത്രയാണ്? 5 plus y3 is equal to 7 plus 11. എല്ലാം ഇവിടെ ഉണ്ട്. നോക്കി അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. y3 5 plus y3 is equal to 18. y3 is equal to 18 plus 5 ആണ്. അപ്പുറത്ത് പോകുമ്പോൾ -5 is equal to 13. അപ്പം കോർഡിനേറ്റ്സ് ഓഫ് സി എത്രയൊക്കെയാണ്? 15 ആൻഡ് 13. സിമ്പിൾ ആയിട്ടല്ലേ? ഈ 2 ഫോർമുലാസ് ഒന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അപ്പൊ കോർഡിനേറ്റ് ഓഫ് സി കിട്ടിയിട്ടുണ്ട്. 15ഉം 13. ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിടുവാണ്. അത് 15 13 നമുക്ക് ആവശ്യമുണ്ടല്ലോ ഇനി ചെയ്യാൻ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. വാട്ട് ഈസ് ദ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ എ സി. ഈ എ സിയുടെ ലെങ്ത് എത്രയാണ്? ഞാൻ എ സി ഇങ്ങോട്ട് വരയ്ക്കുവാണ്. എയുടെ കോർഡിനേറ്റ് ബി തന്നിട്ടുണ്ട്. എ നമുക്ക് 7 5 ഉണ്ട്. ബി അല്ല, സി നമ്മളിപ്പോ കണ്ടുപിടിച്ചു. 15ഉം 13ഉം. ഇതിന്റെ ലെങ്ത്, ഡിസ്റ്റൻസിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു √x2 minus x1 the whole square plus y2 minus y1 the whole square. ഞാൻ ഇവിടെ x1 ഉം y1 ഉം കൊടുക്കുകയാണ്. a x1 y1. ഇവിടെ c ശരിക്കും x3 y3 അല്ലേ? പക്ഷെ നമ്മുടെ ഫോർമുലയ്ക്കകത്ത് x2 y2 എന്ന് കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ അതിനാണ് സെപ്പറേറ്റ് എടുത്ത് വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സാമിൽ ഇത് എഴുതുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് എടുത്ത് വരച്ച് സി ഇങ്ങനെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ x2 ഇത് y2. ഇനി ഫോർമുലയ്ക്കകത്തോട്ട് അപ്ലൈ ചെയ്തേ. എത്രയാ? x2 എത്രയാണ്? 15 minus x1 7 the whole squared plus 13
minus 5 the whole square is equal to 15 minus 7 എത്രയാണ് 8 അതിന്റെ സ്ക്വയർ. ഇനി 13 മൈനസ് എത്രയാണ് 8 അതിന്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ 64 പ്ലസ് 64 is equal to root of 128. റൂട്ട് ഓഫ് 128, 28ന് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടോ? ഇല്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടോട്ടൊന്ന് ചെയ്യാവേ. 128 to ഇവിടെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇവിടെ നമ്മുടെ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 വെച്ച് എല്ലാം ചെയ്യുന്നത്, എല്ലാം 2ന്റെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് ഇനി കോമൺ ആയിട്ടുള്ളവരെ ഈ 2 പേരെ വീതം പെയർ ചെയ്തു അവരെല്ലാം ഇൻറ്റു ചെയ്ത് 2 into 2 4, 4 into 2 8. പെയറിൽ ഇല്ലാത്ത ആളെ റൂട്ടിലോട്ട് കൊടുത്തു 8√2. അപ്പം AC-യുടെ ലെങ്ത് എത്രയാണ് 8√2. റൂട്ട് കാണാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, എനിക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്? 2 ഡയഗണൽ ഉണ്ട്, AC BD. ഇവർ രണ്ടുപേരുടെ ഇന്റർസെക്ഷൻ ഈ പോയിന്റ് നമുക്കൊന്ന് P എന്ന് കൊടുത്തേക്കാം. ഇതിന്റെ വാല്യൂ എത്ര, കോർഡിനേറ്റ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പാരലോഗ്രാം ആണ്. പാരലോഗ്രത്തിനകത്ത് ഒരു തിയറി ഉണ്ട്, ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. ബൈസെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 2ആയിട്ട് മുറിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ, അതായത് ഏതെങ്കിലും ഒരു ഡയഗണലിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഒന്ന് AC അല്ലെങ്കിൽ BD. ഞാനിവിടെ AC-യുടെ ആണ് കാണുന്നത്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? x1 plus x2 by 2 y1 plus y2 by 2. നിങ്ങൾക്ക് എല്ലാത്തിനും ഫോർമുല നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ കൂട്ടത്തിൽ ചെയ്യാം. x1 എത്രയാണ് 7 plus x2 എത്രയാ 15 by 2. 5 plus y1 5 ആണ്, y2 13 by 2 is equal to 22 by 2. ഇവിടെ എത്ര വരും 18 by 2. ഇത് മൾട്ടിപ്പിൾ ആണ് 2ന്റെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 11, ഇവിടെ 9 is equal to 11 9. അപ്പൊ പോയിന്റ് ഓഫ് എടുത്തെഴുതണം കേട്ടോ, ഞാൻ ഇവിടെ എഴുതുന്നതേ ഉള്ളൂ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ is equal to 11 9. സിമ്പിൾ ആയിട്ടുള്ള 3 എണ്ണം. 3 ഫോർമുല അറിഞ്ഞാൽ ഇത് സിമ്പിൾ ആണ്, അല്ലാത്തെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നില്ല, കാരണം നിങ്ങൾ എല്ലാവർക്കും ഫോർമുല അറിയാം അല്ലെ? എല്ലാത്തിനും ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 1-2 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കി. ഞാൻ നേരത്തെ പറയുന്ന പോലെ ആദ്യം ഒന്ന് കാണുക, പിന്നെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും തെറ്റിട്ടും തെറ്റിക്കോട്ടെ, അതിന് തന്നെ തെറ്റില്ല നമ്മൾ പഠിക്കുന്നത്. തെറ്റട്ടെ, അതിന് പിന്നെ നിങ്ങൾ നോക്കി കറക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.